പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ചെന്ന് കാണുന്ന ക്രിഷ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നോക്കി നിൽക്കുകയാണ്. ഇതേ തുടർന്ന് ക്രിഷിന്റെ അടുത്തേക്ക് വരുന്ന കൺമണി കാലത്ത് ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയാണ്. ഒരിക്കലും വരുൺ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എല്ലാം തികച്ചും അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. ക്രിഷ് സാർ അത് മനസ്സിൽ വെക്കരുത് എന്ന് കൺമണി പറയുകയാണ്. ഇത് കേൾക്കുന്ന ക്രിഷ്, ഇല്ല, ഞാനതെല്ലാം വിട്ടുകളയാൻ തയ്യാറാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് ലിഫ്റ്റ് തരാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചതല്ല. നിന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇത് കേൾക്കുന്ന കൺമണി, അതൊന്നും സാരമില്ല സാർ, ഞാൻ അതൊന്നും വലിയൊരു സംഭവമായി കണക്കാക്കുന്നു പോലുമില്ല. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യം? യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കാര്യങ്ങൾ നോക്കുക. അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അല്ലാതെ യാതൊന്നുമില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഈ കാര്യം കാണുന്ന ക്രിഷ് ആകെ എന്തു പറയണം എന്നറിയാതെ പകച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി വരികയാണ് മാനസ. മാനസ മാഡം, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചതിനെ തുടർന്നാണ് മാനസ കൺമണിയോട്, കൺമണി, ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായി എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സാഗർ സാർ തന്നെയാണ് ആ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ മേഡം എന്നാണ് പോകുന്നത്? ഇത് കേൾക്കുന്ന മാനസ, ഞാൻ നാളെ തന്നെ പോകും. അർജന്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അധിക നാൾ ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ഞാൻ ഉടൻ തന്നെ പോയിട്ട് തിരികെ വരാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം കറക്റ്റായി നടക്കും എന്നും വിചാരിച്ചാണ് പോകുന്നത്. ഇതോടെ മാനസ മേഡം ധൈര്യമായി പോകൂ. മാനസ മേഡത്തിൻ്റെ ടാലൻ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ആ കാര്യത്തിൽ വളരെയധികം കോൺഫിഡൻസോടെ തന്നെയാണ് നിൽക്കുന്നത്. മേഡത്തിന് യാതൊരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന കൺമണി ഇതേ തുടർന്ന് യാത്രയാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതേ സമയം കൃഷിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാവുകയാണ് മാനസ. കൃഷിന്റെ അടുത്ത് പോയി യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷ്, മാനസ എന്തായാലും ബാംഗ്ലൂരിലെ കമ്പനി ഇപ്പോൾ ഹാൻഡിൽ ചെയ്യൂ. ഞാൻ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ. ഒരു ഫോൺ കോളിന്റെ അകലം മാത്രമല്ലേ ഉള്ളത് എന്ന് പറയുകയും വേഗം പോയി പാക്കിങ്ങും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊള്ളാൻ ഉള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് മാനസ. ഇതേ തുടർന്ന് മറ്റു വഴികൾ ഒന്നും തന്നെ തൻ്റെ ഭാഗത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സുമിത്രയാകട്ടെ ലീലയെ ചെന്ന് കണ്ട് ആദ്യം മരിക്കേണ്ടവന്റെ സമയം അടുത്തു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എങ്ങനെയാണ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സുമിത്ര ഇത് കേട്ടതിനെ തുടർന്ന് ലീലയോട് പറയുകയാണ്, ഒരു കാർ ആക്സിഡന്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അത് നടക്കുകയും ചെയ്യും. അവൻ്റെ മരണം, അതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല. മതി അവൻ്റെ ഈ ചതികളെല്ലാം എന്ന് സുമിത്ര വ്യക്തമാക്കുകയും, പക്ഷേ എനിക്കിപ്പോൾ മറ്റൊരു ആഗ്രഹം കൂടി മനസ്സിൽ വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ലീല, കൺമണിയെക്കുറിച്ചാണോ സുമിത്ര പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ നിനക്കെങ്ങനെ അത് മനസ്സിലായി?
ഏ എനിക്കത് അറിയണം. ഓ, അത് ആ ഫോട്ടോ മനോജിന്റെ കയ്യിൽ കണ്ടപ്പോൾ തന്നെ ആ കുട്ടിയെ പറ്റി ആലോചിക്കുകയും പറയുകയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ വരുണും ഇപ്പോൾ ഒരു തടസ്സമായി നിൽക്കുകയാണ്. അവനെ ഒഴിവാക്കുന്നതിനായി എന്തെങ്കിലും ചെയ്താൽ പിന്നെ കൺമണിയെ നമുക്ക് സ്വന്തമാക്കിക്കൂടെ? വരുണിന്റെ ഭാര്യയായി അവൾ ഈ വീട്ടിൽ കഴിയും. എന്തു പറയുന്നു? അതും നല്ലൊരു ഐഡിയയാണ്. ആ വരുണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. നമ്മൾ ഒന്നും അറിയാത്തതുപോലെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് എന്തായാലും കൺമണിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. മാത്രവുമല്ല, അവൾക്ക് നല്ല ടാലന്റുമുണ്ട്. അവൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ പിന്നെ നമുക്ക് നല്ല കാലം മാത്രമായിരിക്കും. മനോജിനെയും കുടുംബത്തെയും നമുക്ക് ഒതുക്കി നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പേടിക്കണ്ട. ഞാൻ എന്തായാലും ഇതേപ്പറ്റി ബലരാമനോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് സുമിത്ര. ഇതേ തുടർന്ന് സുമിത്ര അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ കൺമണിയാകട്ടെ തൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് വരുണിന്റെ പ്രവർത്തികൾ അതിരുവിടുന്നത്. തന്നെ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് വരുണുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് കൺമണി. മാത്രവുമല്ല, ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കാണുന്ന കൺമണി ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. വരുണിന്റെ കോപ്രായങ്ങളെല്ലാം കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് എത്തുകയാണ്. ഇതേ തുടർന്നാണ് തൻ്റെ കയ്യിൽ വരുണിട്ട മോതിരം ഊരി വരുണിന്റെ മുഖത്തേക്ക് കൺമണി എറിയുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.